പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 21 വെള്ളി. പ്രധാന വാർത്തകൾ. വിശുദ്ധ റംസാൻ മാസത്തിലെ ഉംറ തീർത്ഥാടനത്തിനൊരുങ്ങി സ്വദേശികളും വിദേശികളും അടങ്ങുന്ന വിശ്വാസികൾ. ഉംറ പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഉംറ സംഘങ്ങളും ട്രാവൽ ഏജൻസികളും രംഗത്തുണ്ട്. റംസാൻ ആദ്യത്തിലും അവസാന പത്തിലുമാണ് ഒമാനിൽ നിന്ന് പ്രധാനമായും ഉംറ സംഘങ്ങളുള്ളത്. സ്വന്തമായും കുടുംബത്തോടൊപ്പവും ഇത്തവണ കൂടുതൽ പേർ റംസാൻ ഉംറയ്ക്കായി യാത്ര തിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം റംസാനിലേക്കുള്ള ബുക്കിംഗ് സജീവമായിരിക്കുകയാണ്. ഉംറ സംഘങ്ങളും ട്രാവൽ ഏജൻസികളും ബസ് മാർഗവും വിമാന സർവീസുകളിലും ഉംറ പാക്കേജുകൾ തീർത്ഥാടകർക്ക് ലഭ്യമാണ്. നോമ്പ് കാലത്തിന്റെ പ്രധാന ദിവസങ്ങളിലെങ്കിലും വിശുദ്ധ ഹറമിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികളും ഏറെയുണ്ട്. വിശുദ്ധിയുടെ മണ്ണിൽ പുണ്യദിനങ്ങൾ കഴിച്ചുകൂട്ടാൻ ഒരുക്കങ്ങൾ നടത്തുകയാണ് നിരവധി പ്രവാസികൾ. എല്ലാ വർഷവും ജനുവരി 20 ഗൾഫ് ടൂറിസം ദിനമായി ആഘോഷിക്കാൻ തീരുമാനം. കുവൈത്തിൽ നടന്ന GCC ടൂറിസം മന്ത്രിമാരുടെ 9ാമത് യോഗത്തിലാണ് ഐക്യകണ്ഠേന തീരുമാനമെടുത്തത്. മേഖലയിലെ ടൂറിസം സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടു. ജനുവരി 20 ഗൾഫ് ടൂറിസം ദിനമായി വർഷം തോറും ആഘോഷിക്കുമെന്നതാണ് പ്രധാന തീരുമാനം. ഗൾഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്ററാണ് ഗൾഫ് ടൂറിസം ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ടൂറിസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മേഖലയിലെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ അതിന്റെ പങ്കിനെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. ഒമാനിലെ ഏറ്റവും വിലയേറിയ മൊബൈൽ നമ്പർ ആയി വോഡാഫോണിന്റെ 77777777 4,29,500 റിയാൽ എന്ന റെക്കോർഡ് വിലയ്ക്കാണ് ഈ നമ്പർ ലേലത്തിലൂടെ വിറ്റത്. ലേലത്തിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും സേവന പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുമെന്ന് വോഡാഫോൺ പ്രഖ്യാപിച്ചു. ഡയമണ്ട്, ഗോൾഡ് നമ്പറുകൾ ഉൾപ്പെടെ ലേലത്തിൽ ആകെ 6 നമ്പറുകളാണ് വിറ്റത്. ഈ നമ്പറുകളുടെ വിൽപ്പനയിൽ നിന്നുള്ള എല്ലാ വരുമാനവും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യുമെന്നും വോഡാഫോൺ അറിയിച്ചു. ലേലത്തിൽ വോഡാഫോണിന്റെ 171 ഡയമണ്ട് നമ്പറുകളും 29 ഗോൾഡ് നമ്പറുകളും ഉൾപ്പെടെ ആകെ 200 പ്രീമിയം നമ്പറുകളാണ് ഉണ്ടായിരുന്നത്. 77777777 എന്ന നമ്പർ ആദ്യമായി ഉൾപ്പെടുത്തിയ ലേലമാണിതെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് മേഖലയിലെ സുതാര്യത ഉറപ്പുവരുത്തി സുരക്ഷിത കുടിയേറ്റം സാധ്യമാക്കുന്നതിന് നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുന്നതിന് 10 അംഗങ്ങളെ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, കേരള DGP, നോർക്ക വകുപ്പ് സെക്രട്ടറി, നിയമ വകുപ്പ് സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി, നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ, ലോക കേരള സഭ സെക്രട്ടേറിയറ്റ് ഡയറക്ടർ, നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, NRI സെൽ പോലീസ് സൂപ്രണ്ട്, IIMD ചെയർമാൻ ഡോക്ടർ ഇരുദയരാജൻ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. സുരക്ഷിത കുടിയേറ്റം ഉറപ്പുവരുത്തുന്നതിന് ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ നടത്തി വരുന്നുണ്ടെങ്കിലും അനധികൃത റിക്രൂട്ട്മെന്റ് ഏജന്റുമാരുടെ കെണിയിൽ പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ, ഏജന്റുമാർ, ഇടനിലക്കാർ തുടങ്ങിയവർക്ക് നിയമപരിമിതികൾ മനസ്സിലാക്കി കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന പ്രവണതയുണ്ട്. കേരളത്തിൽ നിന്നുള്ള അനധികൃത റിക്രൂട്ട്മെന്റ് തടയുന്നതിനും സുരക്ഷിത കുടിയേറ്റം ഉറപ്പുവരുത്തുന്നതിനും സംസ്ഥാന തലത്തിൽ പ്രത്യേക നിയമനിർമ്മാണം സാധ്യമാകുമോ എന്നു പരിശോധിക്കണമെന്നുള്ളത് 4ാം ലോക കേരള സഭയുടെ സുപ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4ാം ലോക കേരള സഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് രീതികൾ കാര്യക്ഷമമാക്കുന്നതിന് വിവിധ ദേശീയ, അന്തർദേശീയ ഏജൻസികളെയും വിദഗ്ധരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ബ്രെയിൻ സ്റ്റോർമിംഗ് സെഷൻ 2024 ഒക്ടോബർ 28 സംഘടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് മേഖലയിലെ നിയമനിർമ്മാണ സാധ്യത പഠിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് യോഗം ശുപാർശ ചെയ്തു. ഈ സെഷനിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളെ അധികരിച്ചു വിശദമായ ഒരു പഠന റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിച്ചിരുന്നു.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തലത്തിൽ പ്രത്യേക നിയമനിർമ്മാണം സാധ്യമാക്കുമോ എന്ന് പരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നിയമനിർമ്മാണ രൂപീകരണത്തിനുള്ള സാധ്യതാ പഠനത്തിനോടൊപ്പം കരട് പോളിസി നോട്ട് പരിശോധനയും തുടർ നടപടികളും കമ്മിറ്റി ശുപാർശ ചെയ്യും. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. പ്രതികൾക്കെതിരെ അധികൃതർ നിയമ നടപടികൾ സ്വീകരിച്ചു. ഒമാനി കരകൗശല പ്രദർശനം ആധികാരികതയും ആധുനികതയും എന്ന ശീർഷകത്തിൽ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം മസ്കത്തിൽ കരകൗശല പ്രദർശനത്തിന് തുടക്കം കുറിച്ചു. ഞായറാഴ്ച വരെ പ്രദർശനം തുടരും. ഒമാനി കരകൗശല വസ്തുക്കളുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ നികുതി നയം സംബന്ധിച്ച് ചർച്ച നടത്തി. പ്രതിനിധികൾ കുവൈത്തിൽ ചേർന്ന യോഗത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ നികുതി വകുപ്പുകളുടെ തലവന്മാരും ഡയറക്ടർമാരും പങ്കെടുത്തു. സെലക്ടീവ് ടാക്സ്, മൂല്യവർദ്ധിത നികുതി എന്നിവ നടപ്പാക്കുന്നതിന് നവീകരണം ഉൾപ്പെടെ ചർച്ച ചെയ്തു. GCC രാജ്യങ്ങളിലെ വികസനവും സാമ്പത്തിക ഏകീകരണവും ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി നികുതി നയങ്ങൾ ഈ യോഗത്തിൽ അവലോകനം ചെയ്തു. കുവൈത്ത് ധനകാര്യ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി അസിൽ സുലൈമാൻ അൽ മുനഫി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. GCC സെക്രട്ടേറിയറ്റിലെ സാമ്പത്തിക വികസന കാര്യങ്ങളുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ഖാലിദ് അലി അൽ സുനൈദിയും മുതിർന്ന നികുതി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഒമാൻ പ്രതിനിധീകരിച്ച് ടാക്സ് അതോറിറ്റി ചെയർമാൻ നാസർ ബിൻ ഖാമിസ് അൽ ജാഷ്മിയും പങ്കെടുത്തു. ഒമാനിലെ സുഹാറിനെയും UAEയിലെ അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീത്ത് റെയിൽവേ ലിങ്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒമാന്റെ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾക്കാണ് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. ഒമാൻ റെയിൽ, ഇത്തിഹാദ് റെയിൽ തുടങ്ങിയവയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമാണ് ഹഫീത്ത് റെയിൽ നിർമ്മാണം നടത്തുന്നത്. റെയിൽ ശൃംഖലയുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞ ദിവസം ഇരു രാഷ്ട്രങ്ങളുടെയും കമ്പനികൾ തമ്മിൽ ഷെയർ ഹോൾഡർ ഉടമ്പടി ഒപ്പുവെച്ചിരുന്നു. വടക്കൻ ഷർഖിയ ഗവർണറേറ്റിൽ 135.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ റോഡുകൾ നിർമ്മിച്ചു. വിവിധ വിലായത്തുകളിലായാണ് പുതിയ പാതകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 2025-ൽ പ്രാദേശിക കണക്ടിവിറ്റിയും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.